പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മള് വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥത്തിൽ ആരംഭിച്ച മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന 1 വർഷം പൂർത്തിയായി കഴിഞ്ഞു. ഈ പ്രാർത്ഥന നമ്മൾ മുടക്കാതെ മക്കൾക്ക് വേണ്ടി നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ പ്രത്യേകമായ മധ്യസ്ഥത്തില്, പ്രാർത്ഥനയില്, കണ്ണുനീരിന്റെ ശക്തിയില്, മധ്യസ്ഥ പ്രാർത്ഥനയുടെ കരുത്തില് മാനസാന്തരപ്പെട്ട തന്റെ പ്രിയപ്പെട്ട മകൻ വിശുദ്ധ അഗസ്തീനോസിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കണം. അതുകൊണ്ട് തന്നെ ഈ ദിനത്തില് നമ്മൾ പ്രത്യേകിച്ചും ദിവ്യകാരുണ്യ സന്നിധിയില് തിരുക്കുടുംബത്തിന്റെ ശക്തമായ സാന്നിധ്യത്തില് സ്വർഗത്തിലായിരുന്ന നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി ശക്തമായിട്ടും മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് വിശുദ്ധ അഗസ്തീനോസിന്റെ ശക്തമായ മധ്യസ്ഥത്തില് മക്കളെല്ലാവരെയും ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് 9 ദിവസത്തെ നൊവേന ആരംഭിക്കണം. നമുക്ക് ഒത്തിരി നന്ദി പറയാം. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ ഇതിലൊക്കെ അനേക പേര് അച്ഛനെ നേരിട്ട് ഫോണിൽ വിളിച്ചും മെസ്സേജിലൂടെയും നന്ദി പറഞ്ഞു. ഒത്തിരി അത്ഭുതങ്ങള്, ശക്തമായ ഇടപെടലുകള്. അതോടൊപ്പം തന്നെ കുറെ മക്കൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ള സങ്കടങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ കണ്ടല്ലോ, മോണിക്ക പുണ്യവതി നീണ്ട വർഷങ്ങൾ സ്ഥിരോത്സാഹത്തോടെ, വിശ്വാസത്തോടെ, ശരണത്തോടെ കർത്താവിന്റെ സന്നിധിയില് മകനു വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ നമ്മളും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. അനുഗ്രഹങ്ങൾ ലഭിച്ചവർക്ക് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ ആ കൃപയിൽ നിൽക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും മക്കളുടെ എല്ലാ നിയോഗങ്ങള്, പ്രാർത്ഥനകള് എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ നൊവേനയിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഈ നൊവേനയിൽ നിങ്ങൾ ഓരോരോ നിയോഗങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ ഓരോ നിയോഗങ്ങൾ സമർപ്പിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങള്, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ അവസ്ഥകള് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയില് മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥത്തില് ഈ നൊവേനയിൽ പങ്കെടുക്കുക. ഈ 9 ദിവസത്തില് പ്രത്യേകമാവിധത്തില് സ്വർഗത്തിന്റെ ശക്തമായ ഇടപെടൽ നമുക്ക് നമ്മുടെ കുടുംബത്തിനും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് വിശ്വാസത്തോടും ശരണത്തോടും പ്രത്യാശയോടും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ പ്രാർത്ഥന അച്ഛൻ പറഞ്ഞ പോലെ മുടങ്ങാതെ കൊണ്ടുപോകണം. അതിന്റെ കാര്യങ്ങളും കാരണങ്ങളൊക്കെ നമ്മൾ ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, മക്കൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ശക്തമായ ഈ പോരാട്ടം പിന്നീട് അങ്ങോട്ട് തുടരാനും വേണ്ട അഭിഷേകം ഈ മോണിക്ക പുണ്യവതിയിൽ നിന്ന് നമുക്ക് ലഭിക്കണം. എല്ലാ കൃപകൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പൊന്നുമക്കളെ ചേർത്ത് പിടിച്ച് ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്ന് വലിയ കൂട്ടായ്മയില് ആയിരക്കണക്കിന് മക്കള് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ വലിയ പ്രാർത്ഥന കൂട്ടായ്മയില് കരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഹൃദയങ്ങൾ ഒരേ ഐക്യത്തോടെ, ഒരേ മനസ്സോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ നൊവേനയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടും യൗസേപ്പ് പിതാവിനോടും എല്ലാ വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് സ്വർഗീയ പിതാവിന്റെ മനസ്സറിഞ്ഞ ഈ ശുശ്രൂഷ നമുക്കൊരുമിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും മക്കളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നൊവേനയിലൂടെ നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും പരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്നേഹപിതാവായ ദൈവമേ, വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെയും ആ അമ്മയുടെ കണ്ണുനീരിന്റെ പുത്രനായ വിശുദ്ധ അഗസ്തീനോസിന്റെയും മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ അങ്ങേ മക്കളായി ഞങ്ങളെ ഈ നൊവേനയിൽ പ്രാർത്ഥിക്കുവാൻ കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ നിയോഗങ്ങളോടെയും തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ കണ്ണീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി വർഷങ്ങളുടെ വിശുദ്ധീകരണത്തിലൂടെ ആ കുടുംബത്തെയും പ്രത്യേകിച്ച് വിശുദ്ധ അഗസ്തീനോസിനെയും വിശുദ്ധിയിലേക്ക് ഉയർത്തി വിശുദ്ധരാക്കിയ കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വിശുദ്ധരാക്കണമേ. വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും കുടുംബത്തിന്റെയും ഏറ്റവും പ്രിയപ്പെട്ട മധ്യസ്ഥയായ വിശുദ്ധ മോണിക്കായെ അങ്ങ് ഒരിക്കൽ ധൂർത്തനായ ഒരു മകന്റെ ദുഃഖിതയായ അമ്മയായിരുന്നു. പ്രാർത്ഥനയോടുള്ള അങ്ങയുടെ വിശ്വസ്തത അങ്ങയെയും അങ്ങയുടെ മകനെയും ദൈവത്തോട് വളരെ അടുപ്പിച്ചു. അങ്ങ് ഇപ്പോൾ നിത്യതയിൽ അവനോടൊപ്പമുണ്ട്. അങ്ങയുടെ മധ്യസ്ഥതയാലും ദൈവകൃപയാലും അങ്ങയുടെ മകൻ വിശുദ്ധ അഗസ്തീൻ സഭയുടെ മഹത്തായ ഒരു വിശുദ്ധനായി. അങ്ങയുടെ മകനു വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ച അതേ തീക്ഷ്ണതയോടെയും സ്ഥിരോത്സാഹത്തോടെയും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും വേണ്ടി അങ്ങ് ഇപ്പോൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങള്, പ്രാർത്ഥനകള് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒന്നാം ദിനത്തില് പ്രത്യേകമാ വിധത്തില് ദൈവബന്ധം വിട്ടുപേക്ഷിച്ചു പോയ മക്കള്, കുദാശയില്ല, പ്രാർത്ഥനയില്ല, ദൈവത്തെ വിട്ടുപേക്ഷിച്ച് അകന്നു പോയിരിക്കുന്ന മക്കള്, എല്ലാ മക്കളെയും പ്രത്യേകം നമുക്ക് മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥതയില് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങള്, നമ്മുടെ മക്കളുടെ അവസ്ഥകള്, ആവശ്യങ്ങള് എല്ലാം പരമേൽപ്പിച്ച് ഒരു നിമിഷം നിശബ്ദമായി ദിവ്യകാര സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഓ വിശുദ്ധ മോനിക്കായെ, അങ്ങയുടെ ആവശ്യങ്ങളും ഉത്കണ്ഠകളും വേദനകളും എല്ലാ അവസ്ഥകളും ദൈവത്തിന്റെ അനന്ത പരിപാലനയിലേക്കും കരുണയിലേക്കും വലിയ വിശ്വാസത്തോടും ശരണത്തോടും കൂടെ അങ്ങ് പരമേൽപ്പിച്ചു. ഞങ്ങളുടെയും വലിയ ദുഃഖങ്ങളും വേദനകളും എല്ലാ നിയോഗങ്ങളും അങ്ങയുടെ മധ്യസ്ഥതയിൽ ദൈവത്തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയെ പോലെ ദൈവത്തിന്റെ നന്മയിലും കാരുണ്യത്തിലും ഇത്ര ആഴമേറിയ വിശ്വാസത്തിൽ ഞങ്ങളും സ്ഥിരോത്സാഹത്തോടെ ഉറച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അങ്ങയുടെ മകൻ അഗസ്തീനോസിനെ പോലെയും അങ്ങയുടെ ഭർത്താവ് പ്രത്യക്ഷസിനെ പോലെയും ഞങ്ങളുടെ മക്കളിലും കുടുംബത്തിലും വലിയ മാനസാന്തരങ്ങൾ സംഭവിക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും വിശുദ്ധരായി തീരട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടെ പ്രതീക്ഷയോടും കൂടെ വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥത്തിൽ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകള് നമ്മുടെ മക്കളെല്ലാം ദിവ്യാനുസരണയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ മോണിക്ക പ്രാർത്ഥിച്ചിടണമേ, വിശുദ്ധ മോണിക്ക പ്രാർത്ഥിച്ചിടണമേ. ഞങ്ങളുടെ മക്കൾ ദൈവസ്നേഹത്തിലും ദൈവബന്ധത്തിലും ആഴപ്പെടുവാനും ഈശോയോട് ചേർന്ന് കൃപയ്ക്ക് മേൽ കൃപയിൽ വളരുവാനും വേണ്ടി വിശുദ്ധ മോണിക്ക പ്രാർത്ഥിച്ചിടണമേ, വിശുദ്ധ മോണിക്ക പ്രാർത്ഥിച്ചിടണമേ. കുദാശ ജീവിതം നഷ്ടപ്പെടുത്തി ദൈവാലയ ബന്ധം വിച്ഛേദിച്ച് കുടുംബ പ്രാർത്ഥന പോലുമില്ലാതെ ദൈവത്തെ പരിപൂർണമായി വിട്ടുപേക്ഷിച്ച് ലോകാരൂപിക്ക് അടിമപ്പെട്ട് കൂട്ടുകെട്ടിൽപ്പെട്ടു പോയി ജീവിക്കുന്ന മക്കൾ മനസാന്തരപ്പെട്ട് കുദാശകൾ സ്വീകരിച്ച് ഈശോയെ അങ്ങനെ കടക്കുവാൻ വേണ്ടി വിശുദ്ധ മോണിക്ക പ്രാർത്ഥിച്ചിടണമേ, വിശുദ്ധ മോണിക്ക പ്രാർത്ഥിച്ചിടണമേ. ഇപ്പോൾ ഇന്ന് അവനെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും വ്യക്തിപരമായ നിയോഗങ്ങളും ഇവിടെ മക്കളുടെ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകളും തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥത്തിൽ കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മോണിക്ക പ്രാർത്ഥിച്ചിടണമേ, വിശുദ്ധ മോണിക്ക പ്രാർത്ഥിച്ചിടണമേ. നിശബ്ദമായി ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദിവ്യകാനുസന്നതിയിൽ ഏറ്റവും സ്നേഹത്തോടെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം.
നമുക്ക് പ്രാർത്ഥിക്കാം. മകൻ ഇടറി വീഴുമ്പോൾ പിടഞ്ഞെഴുന്നേൽക്കാൻ വിശുദ്ധയുടെ കൈത്താങ്ങായി സഞ്ചരിച്ച നല്ല അമ്മയായ വിശുദ്ധ മോണിക്കായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കൾക്കും കുടുംബങ്ങൾക്കും മധ്യസ്ഥയും സഹായവുമായിരിക്കണമേ. ലോകത്തിലെ മുഴുവൻ മാതാപിതാക്കൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോട് യോസേപ്പിതാവിനോട് അങ്ങ് മധ്യസ്ഥം അപേക്ഷിക്കണമേ. കുടുംബത്തിലെ എല്ലാ ഭിന്നതകളും, ജീവനെതിരായ എല്ലാ പ്രവൃത്തികളും, സ്നേഹരാഗത്യവും വെറുപ്പും വിദ്വേഷവും പ്രാർത്ഥനാക്കുറവും അങ്ങയുടെ പ്രത്യേക മധ്യസ്ഥത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. മക്കളുടെ നല്ല ജീവിതം സ്വപ്നം കാണാനും അതിനൊപ്പം മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുവാനും അങ്ങയുടെ മാതൃക അനേകർക്ക് പ്രചോദനമേകട്ടെ. നല്ല അമ്മയെ ഞങ്ങളെ അമ്മയുടെ സ്വന്തമായി സ്വീകരിച്ച് അഗസ്തീനോസിനെ പോലെ സ്വന്തമായി കരുതി അങ്ങയുടെ അരൂപിയിലൂടെ, അങ്ങയിൽ നിറഞ്ഞ ചൈതന്യത്തിലൂടെ, അങ്ങയിൽ നിറഞ്ഞ വിശ്വാസത്തിന്റെ ഉറപ്പിലൂടെ നയിക്കണമേ. നിരാശപ്പെടാതെ, ദൈവത്തെ പഴിച്ച് വിട്ടകന്നു പോകാതെ സ്ഥിരോത്സാഹത്തോടെ നിരന്തരം പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക് ഇടയാക്കണമേ. ആമേൻ. ദിവ്യാനുസന്നതിയില് ഏറ്റവും സ്നേഹത്തോടെ നമ്മയും നമ്മുടെ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മേ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെയും വിശുദ്ധ അഗസ്തീനോസിന്റെ മധ്യസ്ഥതയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ആശീർവാദത്തിന് വേണ്ടി പ്രത്യേകമാവിധം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. സോയെ വിശുദ്ധ മോണിക്ക പുണ്യത്തിന്റെ മധ്യസ്ഥത്തില്, വിശുദ്ധ അഗസ്തീനോസിന്റെ മധ്യസ്ഥത്തില് ഞങ്ങളെ ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിച്ച് വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിച്ച് അങ്ങയിൽ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനായി കർത്താവെ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും
സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യശോയെ മോണിക്ക പുണ്യമതിയുടെ ഈ നൊവേനയിലൂടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഈ നൊവേനയിലേക്ക് അനേക ആയിരങ്ങളെ ചേർത്ത് പിടിക്കണമേ. വലിയ കൂട്ടായ്മയില് അനേക മക്കള് മോണിക്ക പുണ്യമതിയുടെ മാതൃക സ്വീകരിച്ച് പ്രാർത്ഥിക്കുവാൻ, ഈ ദിവസങ്ങളിൽ അനുഗ്രഹം പ്രാപിക്കുവാനും ഇടയാക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഈ നൊവേനയിലേക്ക് സാധിക്കുന്ന എല്ലാവരും പങ്കെടുപ്പിക്കുക. ഈ 9 ദിവസങ്ങൾ അനുഗ്രഹത്തിന്റെ, കൃപാവർഷത്തിന്റെ, ശക്തമായ ദൈവിക ഇടപെടലിന്റെ പുണ്യദിനങ്ങളായിട്ട് മാറും എന്നുള്ള സത്യമാണ്. ഒരു വർഷത്തെ നിരന്തര പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ 9 ദിവസത്തെ നൊവേന പ്രത്യേകമാവിധം യോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത്. മോണിക്ക പുണ്യമതിയുടെ മധ്യസ്ഥത്തിന്. അതിനാൽ തന്നെ സ്വർഗം കനിഞ്ഞ് കർത്താവ് നമ്മെ അനുഗ്രഹിക്കും, നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കും. പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ, ശരണത്തോടെ ഇതൊക്കെ ഇനി പങ്കുചേരാം. അനേക മക്കളെ പങ്കെടുപ്പിക്കും. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷ അനേക മക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കണേ. നിങ്ങളെല്ലാവരും അതിനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.